السلام عليكم. بسم الله الرحمن الرحيم. الحمد لله. اللهم صل على سيدنا محمد وآله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം നാടിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കേട്ട് വളരെയേറെ ഭയാനകമാകുന്ന ചില അവസ്ഥകൾ, പ്രകൃതി ക്ഷോഭങ്ങളിൽ അതല്ലെങ്കിൽ ഉരുൾപൊട്ടലുകളിൽ അകപ്പെട്ട് ഒരുപാട് ആളുകൾ മൃതി അടഞ്ഞ അവസ്ഥ നാം എല്ലാവരും അറിഞ്ഞു. ഈ സാഹചര്യത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ കൂടി ജീവിക്കുന്ന ഒരു പ്രദേശം, അതുപോലെ അത്തരം സ്ഥലങ്ങളിൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ, അതല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിച്ച് ഒരു മനുഷ്യ ശരീരത്തിന്റെ നിശ്ചിത ഏതെങ്കിലും ഭാഗം ലഭിക്കുകയോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളില്ലാതെ ബോഡി മാത്രം ലഭിക്കുകയോ, അതല്ലെങ്കിൽ ഈ നിശ്ചിത ഭാഗം കിട്ടിയതിന് ശേഷം ആ ഭാഗത്തിന്റെ യഥാർത്ഥ ഉടമയായ അതിന്റെ ഒറിജിനൽ ബോഡി ലഭിക്കുകയോ ചെയ്താൽ, അവിടെയെല്ലാം മരണാനന്തര ക്രിയകൾ ഏതു രൂപത്തിലാകണം എന്ന കാര്യം നാം ശ്രദ്ധിക്കുമ്പോൾ, ഫുഖഹാ വളരെ നേരത്തെ അവരുടെ വളരെ ദീർഘവീക്ഷണത്തോടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ച നിവാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഫുഖഹാ പറഞ്ഞത് കാണാം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം, അതല്ലെങ്കിൽ അവന്റെ അവയവം ലഭ്യമായി, ശരീരത്തിലൊരു ഭാഗം കിട്ടി. ഏതാ മുസ്ലിമായ മനുഷ്യൻ? അവൻ മരണപ്പെട്ടു എന്നുറപ്പുള്ള ഒരു ഇസ്ലാമത വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഒരു ഭാഗം, ശരീരത്തിന്റെ ഒരു ഭാഗം ലഭിച്ചു. എന്നാൽ എന്ത് ചെയ്യണം? ഉദാഹരണത്തിന്, ഒരു മനുഷ്യന്റെ മുസ്ലിമായ മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യന്റെ കൈ കിട്ടി, അല്ലെങ്കിൽ കാല്, ഇതുപോലുള്ള ശരീരത്തിന്റെ ഒരു ഭാഗം ലഭിച്ചാൽ എന്തു ചെയ്യണം? ഏത് ഭാഗമാണോ കിട്ടിയതെങ്കിൽ ആ ഭാഗം കഴുകണം. എന്നിട്ടോ അതിനെ മറക്കണം. എങ്ങനെ? കഫൻ ചെയ്യണം, തുണിയിൽ പൊതിയണം. എന്നിട്ട് അതിനു വേണ്ടി നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോ ഈ കയ്യിന് വേണ്ടി നിസ്കരിക്കുന്നതല്ല നിയ്യത്ത് ചെയ്യേണ്ടത്, ഈ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ നിസ്കരിക്കുന്നതിനെ നിയ്യത്ത് ചെയ്യേണ്ടത്. അങ്ങനെ നിസ്കരിക്കണം. എന്നിട്ട് ആ അവയവം ഏതാണോ അത് സാധാരണ പോലെ ഖബറ് കിളച്ച് കുഴിച്ച് അതിൽ മറവ് ചെയ്യണം. ഇതെല്ലാം നിർബന്ധമാണ്. ഇങ്ങനെ ചെയ്യണം ഒരു അവയവം കിട്ടിയാൽ. അപ്പോ ഒരു അവയവം കിട്ടി, അതിനു വേണ്ടി മരണാനന്തര ക്രിയകളൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇതെല്ലാ കാര്യം ചെയ്തു. അതിനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കരിച്ചു, മറവ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് ആ അവയവത്തിന്റെ ഒറിജിനൽ ബോഡിയെ, ഡെഡ് ബോഡിയെ തന്നെ, ആ മനുഷ്യന്റെ പൂർണ്ണരൂപം തന്നെ ലഭ്യമായാൽ എന്തു ചെയ്യണം? ഈ നിസ്കാരം വീണ്ടും ആവർത്തിക്കണം. അതായത് നേരത്തെ ഒരു അവയവത്തിന് മാത്രം കിട്ടിയപ്പോൾ അതിന് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും, ഇപ്പോൾ പിന്നീട് ആ ശരീരത്തിന്റെ ബാക്കി ഭാഗം കിട്ടിയാൽ നേരത്തെ ചെയ്തതുപോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ തന്നെ ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായും ചെയ്തിരിക്കണം. അതിലൊരു ഇളവും ഇല്ല. ഇനി ഒരു ജീവനുള്ള വസ്തുവിൽ നിന്ന് ഒരു അവയവം വേറിട്ടു പോന്നു, അതല്ലെങ്കിൽ മരണപ്പെട്ടോ ഇല്ലേ എന്നറിയില്ല,
ഉറപ്പില്ല. അങ്ങനത്തെ ഒരു മനുഷ്യന്റെ ഒരു അവയവം ലഭിച്ചാൽ, ജീവനുള്ള ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് ഉറപ്പില്ലാത്തവന്റെയോ ഒരു അവയവം ലഭിച്ചാൽ എന്തു ചെയ്യണം? ആ അവയവത്തെ ശീലയിൽ തുണിയിൽ പൊതിഞ്ഞ് കഫൻ ചെയ്താൽ, തുണിയിൽ പൊതിഞ്ഞ് മറവ് ചെയ്താൽ മാത്രം മതി. കൈ, കാല് പോലുള്ള അവയവങ്ങളാണെങ്കിൽ ആരുടേത്? ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പില്ലാത്ത ഒരാളുടെയോ കൈ, കാല് പോലത്തെ ഒരവയവം കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്താൽ മതി? ഒരു ശീലയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടാൽ മതി, മറവ് ചെയ്താൽ മതി. എന്നാൽ നഖം, ഒരു നഖമോ മുടിയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അത് അല്പം മണ്ണ് നീക്കി അത് മണ്ണിൽ മറച്ചാൽ മതി. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫുഖഹാ വളരെ നേരത്തെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം പ്രതിപാദിച്ചത് നമുക്ക് കാണാൻ കഴിയും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.